അങ്ങനെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ 2022 സെറ്റപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അടുത്ത നമുക്ക് ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ ടൈപ്സ് ഉണ്ട്. അതായത് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കൺസോൾ ആപ്പ് ഉണ്ട്, ബ്ലേസർ വെബ് ആപ്പ് ഉണ്ട്, ASP.NET കോർ വെബ് ആപ്പ്, റേസർ പേജസ് വിത്ത് റേസർ പേജസ് വെച്ചുണ്ട്. അങ്ങനെ പല ഫ്രെയിം വർക്ക്സ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിവിടെ വേണ്ടത് നമുക്ക് വെബ് API ആണ്. ഞാൻ വെബ് API സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ASP.NET കോർ വെബ് API എന്ന് പറഞ്ഞുണ്ട്. C# ആണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസ് നോക്കണം. കാരണം കോർ വെബ് API ചിലപ്പോൾ C# ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് കാണിച്ചാൽ കണ്ടോ, ഇവിടെ കണ്ടോ F# ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, C# അല്ല. അപ്പം നമുക്ക് വേണ്ടത് C# ആണ്. ASP.NET കോർ a project template for creating a RESTful web API using ASP.NET Core controllers or minimal APIs. ഇതിനകത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ലാംഗ്വേജസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് കാണാം. സോ കോർ വെബ് API 2 ഉണ്ട്. അതിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് C# ആണ്. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രോജക്റ്റ് നെയിം കൊടുക്കണം. പ്രോജക്റ്റ് നെയിം ഞാനിവിടെ Angular.NET Core. ഓക്കെ, ഇങ്ങനെ ഒരു പേര് ഞാൻ കൊടുക്കും. അപ്പോൾ പ്രോജക്റ്റ് നെയിം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൊല്യൂഷൻ നെയിമും മാറും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ ബ്രൗസ് ചെയ്യണം. അതായത് എനിക്ക് ഇവിടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം. ഡീഫോൾട്ടായിട്ട് നമ്മുടെ C ഡ്രൈവിലായിരിക്കും നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവുക. ഓക്കെ, ഞാനിവിടെ സെലക്ട് ഫോൾഡർ കൊടുത്തു, എന്നിട്ട് ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു. അപ്പം നമുക്ക് ഇതിനകത്ത് ഫ്രെയിം വർക്ക് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. .NET എന്ന് പറയുന്ന ലോങ് ടേം സപ്പോർട്ട് .NET 9.0 ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രെയിം വർക്ക് വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ 2022 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് .NET 8 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ .NET 8 എടുക്കാം. ഓതൻറ്റിക്കേഷൻ ടൈപ്പ് ഞാനിപ്പോൾ തൽക്കാലം നണ്ണെന്ന് പറഞ്ഞു കൊടുക്കാം. കോൺഫിഗർ ഫോർ HTTPS ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതായത് നമുക്ക് HTTPS അല്ലെങ്കിൽ HTTPയിൽ നമുക്ക് പോവാം. ഇതൊരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അൺചെക്ക് ചെയ്യാൻ പോവാണ്. കോൺഫിഗർ ഫോർ HTTPS എനിക്ക് വേണം. എനേബിൾ ഓപ്പൺ API, ബാക്കിയെല്ലാം ഡീഫോൾട്ട് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എന്താണോ നിങ്ങൾക്ക് അതിനകത്ത് വായിച്ചിട്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇനി അടുത്ത ഞാൻ ഇത്രയും കൊടുത്തതിന് ശേഷം ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സൊല്യൂഷൻ എക്സ്പ്ലോററിലാണ് നമ്മുടെ സൊല്യൂഷൻ്റെ ഫയൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഡിപ്പെൻഡൻസീസ് ഉണ്ട്, നമ്മുടെ കണക്റ്റഡ് സർവീസസ് ഉണ്ട്. ഇതിൽ ഫ്രെയിം വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ASP.NET Core.app, ഈ 2 ഫ്രെയിം വർക്ക്സ് ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ പാക്കേജസിൽ നമ്മൾ സ്വാഷ് ബഗിൾ എന്ന് പറയുന്നൊരു സാധനം, അതായത് സ്വാഗറിൻ്റെ സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളൊരു കൺട്രോളേഴ്സ് ഉണ്ട്. ആപ്പ് സെറ്റിങ്സിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്. അതായത് നമുക്ക് ഇവിടെ ആപ്പ് സെറ്റിങ്സിലായിരിക്കും നമുക്ക് എന്താണ് നമ്മുടെ API, അതുപോലെ തന്നെ ഇമെയിൽ ഏതെങ്കിലും ടൈപ്പുള്ള കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് സെറ്റിങ്സ് JSON-ലായിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഡീഫോൾട്ടായിട്ടൊരു വെതർ ഫോർകാസ്റ്റ് കൺട്രോളറാണ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. അത് ആക്ച്വലി ഒരു സാമ്പിൾ ആണ്. അതായത് നമുക്ക് എന്താ പറയുക, ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് വെതർ ഫോർകാസ്റ്റ് കൺട്രോളറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു HTTP ഗെറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഗെറ്റ് വെതർ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ HTTP ആണ്, ഇവിടെ ഈ ഒരു പ്ലേ ബട്ടൺ ഉണ്ടോ, പ്ലേ ബട്ടൺ HTTP, ഇതാണ് നമുക്ക് ആക്ച്വലി ഓടിക്കേണ്ടത്. നമ്മുടെ വെബ് ബ്രൗസർ ഡീഫോൾട്ട് ഫയർഫോക്സ്, ഞാൻ യൂസ് ചെയ്യുന്ന ഫയർഫോക്സ് ആണ്. നിങ്ങൾക്ക് വെബ് ബ്രൗസർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ പ്ലേ അടിച്ചാൽ നിങ്ങൾ ഏതാണോ ബ്രൗസർ കൊടുത്തിട്ടുള്ളത് അതിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. HTTP റൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ സൊല്യൂഷൻ മൊത്തത്തിൽ റൺ ചെയ്യും.
ഓക്കെ, ബിൽഡ് ചെയ്തിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് ഇവിടെ ഒരു ട്രസ്റ്റ് IAS എക്സ്പ്രസ് SSL സർട്ടിഫിക്കറ്റ്. ഇത് നമുക്ക് HTTPS ഇല്ലാത്തതുകൊണ്ടാണ്. ആക്ച്വലി നമ്മൾ HTTPS ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ HTTP ആണ് കൊടുത്തത്. അപ്പോൾ HTTP കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് തരും. വുഡ് യു ലൈക്ക് ടു ട്രസ്റ്റ് IAS എക്സ്പ്രസ് SSL സർട്ടിഫിക്കറ്റ്? യെസ് കൊടുത്താൽ നമുക്ക് SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ റൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്വാഗറിൻ്റെ ഹോം പേജിലായിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗെറ്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ, കാരണം നമ്മുടെ കൺട്രോളറിലായിരിക്കും നമ്മൾ ആക്ച്വലി APIs എല്ലാം എഴുതുന്നത്. ഇവിടെ നമുക്ക് ഉണ്ടോ, ഇവിടെ നമുക്കൊരു സ്റ്റാറ്റിക് ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിന് നമ്മളിവിടെ ഗെറ്റ് ചെയ്യാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ സ്വാഗറിൽ ഇവിടെ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രൈ ഇറ്റ് ഔട്ട് ക്ലിക്ക് ചെയ്യുക. ട്രൈ ഇറ്റ് ഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സിക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഇത്രയും ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. സോ ഇത് ആണ് നമുക്ക് എന്താ പറയുക ഒരു ഡീഫോൾട്ട് APIയുടെ പ്രോഗ്രാമിംഗ് കോഡാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ കുറേ മാറ്റം വരുത്താം, കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള APIs നമുക്ക് ഇതിനകത്ത് എഴുതാം, അല്ലെങ്കിൽ പുതിയൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ APIs എല്ലാം എഴുതാം. ഓക്കെ, സോ ഈ ഒരു സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ API കൺട്രോളർ എന്ന് പറഞ്ഞൊരു ലൈബ്രറി നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഫങ്ഷൻസ് മൊത്തം നമുക്ക് നമ്മുടെ APIs വർക്കൗട്ട് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇത്, വേറെ ഒന്നല്ല. റിട്ടേൺ എന്യൂമറബിൾ റേഞ്ച് സെലക്ട്. അതിൻ്റെ അതിൽ നമ്മളൊരു അറേ ലിസ്റ്റായിട്ട് ആ ഡേറ്റ എടുത്തിട്ട് നമ്മളൊരു അറേ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് തരും. ഓക്കെ, ഇവിടെ പ്രോഗ്രാം CSSനകത്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ മിഡിൽ വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ഓതറൈസേഷൻ, മാപ്പ് കൺട്രോളേഴ്സ് ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈസ് ഡെവലപ്മെന്റ് മോഡലാണെങ്കിൽ നോട്ടെ യൂസ് സ്വാഗർ. ഇത് നിങ്ങൾ ഇപ്പോൾ കണ്ടത് സ്വാഗറിലുള്ള സാധനമാണ്. ഓക്കെ, ഈ സ്വാഗറിലായിരിക്കും നമ്മൾ ഈ നമുക്ക് API ടെസ്റ്റ് ചെയ്യാനും മറ്റ് സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ സ്വാഗർ ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് എന്ന് പറയുന്നത് പോസ്റ്റ്മാൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് സ്വാഗറിൽ ചെയ്ത് നോക്കാം, സെയിം തന്നെയാണ് പോസ്റ്റ്മാനിലും. ഓക്കെ, ഇപ്പോൾ പോസ്റ്റ്മാനിലായിരിക്കും ഞാൻ കൂടുതലും API ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം ഈ പ്രോഗ്രാം CS ആയിരിക്കും നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വെതർ ഫോർകാസ്റ്റ് ഇത് ആക്ച്വലി ഒരു മോഡലാണ്. ഈ മോഡൽ ആക്ച്വലി നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ഞാൻ ടൈപ്പ് സ്ക്രിപ്റ്റിന് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഇൻ്റർഫേസ് വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരും മാപ്പ് ചെയ്ത് കൊടുക്കത്തില്ലേ, അതേ സെയിം സാധനമാണ് നമ്മളിവിടെ ഇവിടെ ഒരു ക്ലാസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർഫേസ് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. പബ്ലിക് ക്ലാസ് വെതർ ഫോർകാസ്റ്റ്. ഈ ഫോർകാസ്റ്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 റെഫറൻസസ് കാണാം നിങ്ങൾക്ക് ഇതിനകത്ത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടേക്കെയാണ് ഈ ക്ലാസ് യൂസ് ചെയ്തത് നമുക്ക് കാണാം. ഇതിനകത്ത് വെതർ ഫോർകാസ്റ്റ് കൺട്രോൾ CS ആയിരിക്കും നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യും. വെതർ ഫോർകാസ്റ്റ് ഉണ്ട്, ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ് ആയിരിക്കും നമ്മുടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് API ഫങ്ഷൻസിൽ എഴുതാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് എൻറ്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്യേണ്ട ഒരു എൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ.